തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കൗൺസിലിലേക്ക് ഹൈബി ഈഡൻ എംപിയുടെ ഭാര്യയ്ക്ക് വഴിവിട്ട നിയമനം. കോൺഗ്രസ് അഭിഭാഷകരെ തഴഞ്ഞാണ് അഡ്വക്കേറ്റ് അന്ന ലിൻഡ ഈഡനെ നിയമിക്കാൻ ഒരുങ്ങുന്നതെന്ന് ആരോപണം. DCC അംഗങ്ങൾ പണം വാങ്ങിയാണ് കൗൺസിലർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ആക്ഷേപമുയരുന്നു. മെയ് 26-നാണ് 25 അംഗങ്ങളുടെ കൗൺസിൽ പാനൽ കോർപ്പറേഷൻ രൂപീകരിച്ചത്. എന്നാൽ ഈ പാനൽ വിപുലീകരിച്ച് കൗൺസിലർമാരുടെ എണ്ണം 29 ആക്കിയത് അന്ന ലിൻഡ ഈഡനെ നിയമിക്കാനാണ്. കോർപ്പറേഷന്റെ നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഹൈക്കോടതിയിലേക്കാണ് അന്നയെ നിയമിക്കുന്നത്. കോൺഗ്രസ് അഭിഭാഷകരെ ബോധപൂർവം തള്ളിക്കൊണ്ടാണ് നിയമനം നടത്താൻ ഒരുങ്ങുന്നത്. വരുന്ന കൗൺസിൽ യോഗത്തിൽ 39-ാം നമ്പർ അജണ്ടയായി നിയമനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ കൗൺസിലർമാരുടെ ശക്തമായ എതിർപ്പ് ഭയന്ന് നാളെ നടക്കാനിരുന്ന കൗൺസിൽ യോഗം മാറ്റിവെച്ചു. മേയർ സ്ഥലത്തുണ്ടാകില്ല എന്നാണ് വിശദീകരണം. 26-ന് നടന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ BJP-ക്കാരെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പാനലിലേക്ക് ഉൾപ്പെടുത്തിയത് വിവാദമായിരുന്നു. തൃശൂർ കോർപ്പറേഷനിൽ UDF അധികാരത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസ് പ്രവർത്തകരെയും അനുയായികളെയും വിവിധ വകുപ്പുകളിൽ നിയമിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൈരളി ന്യൂസ്, തൃശൂർ.